വളാഞ്ചേരി നഗരസഭ പ്രാഥമികാരോഗ്യ കേന്ദ്രം പരിരക്ഷ പാലിയേറ്റീവിന്റെ രണ്ടാമത് യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാരാത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭയിലെ കിടപ്പിലായ രോഗികൾക്ക് യഥാസമയം സേവനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാം യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളത്. നിരവധി കിടപ്പു രോഗികളാണ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി വഴി സേവനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സേവനം നൽകുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ വളണ്ടിയേഴ്സിനുള്ള പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഔഷധ അനുഭവിക്കുന്ന രോഗികളുടെ അടുത്ത് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പരിരക്ഷയുടെ പാലിയേറ്റീവ് കെയർ വളരെ നാളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിലവിൽ നമുക്ക് ഒരു യൂണിറ്റാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് ഉള്ള ആവശ്യമായിരുന്നു. ഒരു യൂണിറ്റ് കൊണ്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള രോഗികളെടുത്ത് എത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നു മുതൽ ഒരു യൂണിറ്റും കൂടി ആരംഭിക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീമ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ്, കൗൺസിലർമാരായ കെ.വി. ശൈലജ, സിദ്ദീഖ് ഹാജി കളപ്പുലാൻ, കെ.വി. ഉണ്ണികൃഷ്ണൻ, സദാനന്ദൻ കൂട്ടീരി, HMC മെമ്പർ യാസിർ അറാഫത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. JHI ബീരാൻകുട്ടി നന്ദി പറഞ്ഞു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.